ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമധുരം ചാനൽ. സംഖ്യാബന്ധങ്ങൾ നമ്പർ റിലേഷൻസ് എന്ന പാഠഭാഗത്തിലെ ഏതാനും ചില പ്രവർത്തനങ്ങൾ കൂടെ നമുക്ക് ബാക്കിയുണ്ട്. കോമൺ ഫാക്ടേഴ്സ്, പൊതുഘടകങ്ങൾ. അപ്പം പേജ് നമ്പർ 132 തൊട്ട് 134 വരെയുള്ള കണക്കുകളാണ്. എന്നിട്ട് അതിൽ 134ാമത്തെ പേജിൽ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്കുകളുണ്ട്. അപ്പം ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് കൃത്യതയോടുകൂടെ മനസ്സിലാക്കി തരാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് അറിയാം എക്സാമൊക്കെ അടുക്കാനായി. അപ്പം നിങ്ങൾക്ക് പഠിച്ച് മറന്നുപോയവർക്കും എല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് സമയം കളയേണ്ട, നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ചോദ്യം 12, 18 ഇവയുടെ പൊതുഘടകങ്ങൾ കണ്ടെത്തുക. ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 12 and 18. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 12ൻ്റെയും 18ൻ്റെയും പൊതുവായ ഘടകങ്ങൾ. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 12ൻ്റെ ഘടകങ്ങൾ കണ്ടെത്തണം, പിന്നെയോ 18ൻ്റെയും ഘടകങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് രണ്ടിലും കൂടെ പൊതുവായി വരുന്നതാണ് കണ്ടെത്തേണ്ടത്. ഇത് ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് നോക്കാം. ഫാക്ടേഴ്സ് ഓഫ് 12, 12ൻ്റെ ഘടകങ്ങൾ. ഇതിനു മുമ്പ് ഫാക്ടറൈസേഷൻ ചെയ്യാനും ഘടകങ്ങൾ കണ്ടെത്താനും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇതിൻ്റെ ഘടകങ്ങൾ നോക്കാം. നമുക്കറിയാം 1 ഗുണിക്കണം 12 ആണ് 12. അപ്പം 1ഉം 12ഉം 12ൻ്റെ ഘടകങ്ങളാണ്. അപ്പം ഞാനിവിടെ കോമ ഇട്ടു. അടുത്തത് 2. 2ന് ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടുമോ? കിട്ടും അല്ലേ? 2 ഗുണിക്കണം 6. അപ്പം ഇവിടെ ഞാൻ 6 എഴുതി. ഇനി ശ്രദ്ധിക്കണേ, ഇനി ഉള്ള ഘടകങ്ങൾ 2ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കാണ് വരിക. ഏറ്റവും ചെറുത് 1, ഏറ്റവും വലുത് ആ സംഖ്യ തന്നെ. ഈ ഒരു ട്രിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അതിൻ്റെ ഉള്ളിലേക്കാണ് വരിക. അടുത്ത് നമുക്കറിയാം 3നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 12 കിട്ടുമോ? കിട്ടും അല്ലേ? 3 ഗുണിക്കണം 4 12 ആണ്. അപ്പം ഞാനിവിടെ 3 എഴുതി, 4 എഴുതി. അപ്പോൾ 12ൻ്റെ ഘടകങ്ങൾ നമുക്ക് കിട്ടി. 1, 2, 3, 4, 6, 12. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. 1 ഗുണിക്കണം 12 12, 2 ഗുണിക്കണം 6 12, 3 ഗുണിക്കണം 4 12. ഓക്കെ ആയോ? ഇനി അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് 18, 18ൻ്റെ ഘടകങ്ങൾ. ഇപ്പം കൂട്ടുകാർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തത് ചെറുത് 1, വലുത് 18. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വരിക. ഇനി ഏതാ വരിക? 2നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുമോ? കിട്ടും അല്ലേ? 2 ഗുണിക്കണം 9. അപ്പം നമുക്കിവിടെ 2 എഴുതി, ഇവിടെ 9 എഴുതി. ഇനിയോ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുമോ നോക്കൂ. 3 6 18. നമുക്കറിയാം 2ൻ്റെയും 9ൻ്റെയും ഇടയ്ക്കാണ് ഇനി വരിക. അപ്പം 3 6 18. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും സംഖ്യ വരുമോ? 4 5 ആണ്. കിട്ടില്ല അല്ലേ? അപ്പം ഇതിൻ്റെ ഘടകങ്ങൾ ഇത്രയാണ് വരുന്നത്. ഇനി കോമൺ ഫാക്ടേഴ്സ്, പൊതുവായ ഘടകങ്ങൾ നമുക്ക് നോക്കാം. ഇതിലൊന്നുണ്ട്, ഇതിലൊന്നുണ്ട്. അപ്പം പൊതുവായ ഘടകങ്ങളിൽ 1 വരും. ഇനിയോ 2, ഇതിൽ 2ലും 2 ഉണ്ട്. അപ്പം നമുക്ക് കോമൺ ഫാക്ടേഴ്സ് നോക്കൂ. ഫാക്ടേഴ്സ് ഓഫ് കോമൺ ടു ബോത്ത് 12 and 18, അതായത് 12, 18 ഇവയുടെ പൊതുഘടകങ്ങൾ. അപ്പം 2 വരും. അടുത്തതോ 3 വരും അല്ലേ? ഇവിടെ 3 ഉണ്ട്, 3 വരും. ഇനി അതാ വരുന്നത് 4 ഇവിടെ ഇല്ല, അതുകൊണ്ട് പൊതുവായ ഘടകങ്ങളല്ല. ഇനി ഇവിടെ വരുന്നത് 6 ആണ്, ഇവിടെയും 6. അപ്പം 6 വന്നു. ഇനി ഏതെങ്കിലും ഉണ്ടോ? 12 ഇതിലില്ല, 9 ഇതിലില്ല, 18 ഇതിലില്ല. അപ്പം നമ്മുടെ പൊതുവായ ഘടകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയാണ്? 1 2 3 6. നമുക്കറിയാം ഏതൊരു സംഖ്യയുടെയും ഘടകങ്ങൾ എടുത്താൽ 1 അതിനകത്ത് എന്തായാലും ഉണ്ടാവും. 1 എന്ത് ചെയ്യും? അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല. 1 എല്ലാ സംഖ്യകളുടെയും ഘടകങ്ങളിൽ ഒരെണ്ണമാണ്. അപ്പം ഏറ്റവും ചെറിയ പൊതുഘടകം എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി ഈ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ? അല്ല. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു മെത്തേഡ്, ഇപ്പോൾ വലിയൊരു സംഖ്യ തന്നാൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് 12നെ അഭാജ്യ സംഖ്യകളുടെ കൃതിയായിട്ട് എഴുതുക, 18നെയും എഴുതുക. അതിനുശേഷം പൊതുവായ ഘടകങ്ങൾ കണ്ടെത്താം.
അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സംഖ്യകളെയും അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക. അങ്ങനെ എഴുതിയതിന് ശേഷം പൊതുവായത് കണ്ടെത്തുക. നമുക്കറിയാം 12ന്റെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് നമുക്ക് എഴുതാം. 4 ഗുണിക്കണം 3 12. 4നെ നമുക്ക് എന്ത് എഴുതാം, 2 സ്ക്വയർ ഗുണിക്കണം 3. അപ്പൊ 4 3 12. അപ്പൊ 18നെ എങ്ങനെ എഴുതാം, ഒന്നുകിൽ നമുക്ക് 6 18, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 2 9 18. 2 9 ആകുമ്പോൾ 2 ഗുണിക്കണം 9നെ 3 സ്ക്വയർ എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് പൊതുവായത് കണ്ടെത്തണം. നമുക്കിതിലെ പൊതുവായത് നോക്കുമ്പോൾ ഇവിടെ 2 സ്ക്വയർ, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 3 സ്ക്വയർ. ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2 ഗുണിക്കണം 2 ഗുണിക്കണം 3, പിന്നെ ഇവിടെ വരുന്നത് 2 ഗുണിക്കണം 3 ഗുണിക്കണം 3. അതവിടെ നിൽക്കട്ടെ കേട്ടോ. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. ഇവിടെ 2 സ്ക്വയറും 2ഉം. ഇതിൽ ചെറുതെടുക്കുക. ചെറുത് ഏതാ? 2. ഇതിൽ 3ഉം 3 സ്ക്വയറും. അതിൽ ചെറുതെടുക്കുക. ഏതാണ്? 3. അപ്പം ഇതിലെ പൊതുവായ ഘടകം എന്ന് പറയുന്നത് 2 ഗുണിക്കണം 3 ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? നമുക്ക് നോക്കാം. ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പം ഈ 2 എടുത്തു. നോക്കൂ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഇല്ല, അതുകൊണ്ട് അത് വിട്ടു. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3. അപ്പം ഈ ഒരു 3 എടുത്തു, ഈ ഒരു 3 എടുത്തു. നോക്കൂ, ഇത് രണ്ടും ക്യാൻസൽഡ് ആണ്. മനസ്സിലായില്ലേ? 2 3 2 3. അപ്പൊ പൊതുവായ ഘടകങ്ങൾ 2 ഗുണിക്കണം 3. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുമ്പോൾ അതിൽ ചെറുത് നോക്കിയെടുക്കുക. അതായത് ഇവിടെ 2 സ്ക്വയറും ഇവിടെ ഒരു 2ഉം. അതായത് ഇവിടെ 2 സ്ക്വയറും 2 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു 2 എടുക്കാൻ പറ്റുള്ളൂ, ചെറുത്. ഇവിടെ 3ഉം 3 സ്ക്വയറും. ഇതിൽ ചെറുത് 3 കാരണം ഇതാണ്, ഇവിടെ 2 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉള്ളൂ. അപ്പം നമുക്ക് പൊതുവായിട്ട് ഒറ്റ 3 ഉള്ളൂ, അതുകൊണ്ടാണ് ചെറുത്. ഓക്കെ ആയല്ലോ? ഇനി അപ്പം 2 ഗുണിക്കണം 3. ഇനി ഇതിൻ്റെ ഘടകങ്ങൾ കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് വലിയ പ്രശ്നമില്ല. 2 × 3 എന്താണ്? 6. 6ൻ്റെ ഘടകങ്ങൾ കണ്ടെത്തിയാൽ മതി. 6 ചെറിയ സംഖ്യയാണ്, അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ ഒരു വലിയ സംഖ്യ ആണെങ്കിൽ ആദ്യം നമുക്ക് 2ൻ്റെ എഴുതണം. 2ൻ്റെ 1 2 ആണ് 2. 2ൻ്റെ ഘടകങ്ങൾ. ഇനി അതിനെന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കുക. 1നെയും 3 കൊണ്ട് ഗുണിക്കുക, 2നെയും 3 കൊണ്ട് ഗുണിക്കുക. നമുക്ക് 3 6. നോക്കൂ, അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയത്. 1 2 3 6. ഓക്കെ ആയോ? പേജ് നമ്പർ 134 ഒന്നാമത്തെ കണക്ക് നമുക്കൊന്ന് നോക്കാം. ഫോർ ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ആൻഡ് ഓൾ ദി അതർ കോമൺ ഫാക്ടേഴ്സ്. അതായത് ചുവടെയുള്ള സംഖ്യകളുടെ എല്ലാം ഏറ്റവും വലിയ പൊതുഘടകവും മറ്റു പൊതുഘടകങ്ങളും കണക്കാക്കുക. ഇതിലെ ഒരു 5 കണക്കുണ്ട്. ആദ്യത്തത് 45 75 ആണ്. നമുക്കിനി ഒന്ന് നോക്കാം. 45 ഇതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ കുറേ ചെയ്തതാണ്. നമുക്കിപ്പോൾ ഇത് ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്കിത് മനക്കണക്കായിട്ട് ചെയ്യാം. പക്ഷെ വലിയ സംഖ്യ ആണെങ്കിൽ എങ്ങനെ ചെയ്യുന്നും കൂടെ അറിയണ്ടേ? അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം 45ൻ്റെ അഭാജ്യ ഘടകങ്ങളാക്കിയിട്ട് ഘടകക്രിയ ചെയ്യാം. അപ്പം 45 നോക്കാം. 45നെ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ടാണ് ചെയ്യുന്നത്. 3 15 45 ആണ്. ഇനി 3 5 ആണ് 15. അപ്പം നമുക്കിവിടെ 3 2 3 ഉണ്ട്. 3 സ്ക്വയർ ഗുണിക്കണം 5. 3 സ്ക്വയർ ഗുണിക്കണം 5 നമുക്കറിയാം. 3 3 9 9 5 45. ഓക്കെ ആണല്ലോ? ഇനി 75നെ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. നമുക്കറിയാം 25 3 ആണ് 75. ഇനി നമുക്ക് 5 5 ആണ് 25 വരുന്നത്. നോക്കാം അപ്പം എങ്ങനെ എഴുതാം? ഇവിടെ ഒരു 3 ഉള്ളൂ, ഗുണിക്കണം 5 സ്ക്വയർ ആണ് വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ്, എല്ലാത്തിലും സ്റ്റെപ്പ് ഇതുപോലെയാണ്. ഇനി ആ സ്റ്റെപ്പ് അഥവാ മായ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതിയാൽ മതി. 2ലുമുള്ള പൊതുവായ അഭാജ്യ സംഖ്യകൾ. ഇതിൽ 2ലുമുള്ള പൊതുവായത് 3 ഉണ്ട് 5 ഉണ്ട്. ഇവിടെ 3 5 ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് എഴുതാം 3 5. ഓക്കെ ആണല്ലോ? പ്രൈം നമ്പേഴ്സ് കോമൺ 45 ആൻഡ് 75, 3 ആൻഡ് 5. ഇനി അടുത്തത് 2 സംഖ്യകളിലുമുള്ള ചെറിയ കൃതികൾ, സ്മോളസ്റ്റ് പവേഴ്സ് ഓഫ് ദീസ് പ്രൈംസ്. അപ്പം നമ്മൾ ഇവിടേക്കൊന്ന് നോക്കുക.
ഇവിടെ 3 സ്ക്വയർ ആണ്, ഇവിടെ 3 ആണ്. അപ്പം ചെറുത് ഏതാ? ഇവിടെ ഒരു 3 ആണ് അല്ലേ? അപ്പം 3 ചെറുതൊരെണ്ണം വന്നു. അടുത്തത് ഇവിടെ 5 ആണ്, ഇവിടെ 5 സ്ക്വയർ ആണ്. ഇതിൽ ചെറുത് ഏതാ? ഇവിടെ 2 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉള്ളൂ. അപ്പോൾ ഒരു 5 ആണ് വരിക. അപ്പം 3 5 ആണ് ചെറിയ കൃതികൾ. ഈ ചെറിയ കൃതികൾ കണ്ടെത്തിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? പൊതു ഘടകങ്ങൾ, കോമൺ ഫാക്ടേഴ്സ് കണ്ടെത്താൻ. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണനഫലം ആയ 15ൻ്റെ ഘടകങ്ങളാണ് എന്ത് വരിക? കോമൺ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഘടകങ്ങൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 3 ആകുമ്പോൾ നമുക്കറിയാം 1 3. ഇനി ഇതിനെല്ലാം എന്ത് ചെയ്യണം? 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഒരു 5 5, 5 3 15. ഇവിടെ നോക്കൂ, 3 5 15. ഏറ്റവും വലിയ ഘടകം നമുക്കിവിടെ കിട്ടി. ഏതാണ്? 15. അടുത്തത് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ, ഏറ്റവും വലിയ പൊതുഘടകം ഏറ്റവും ലാസ്റ്റാണ് വരിക, 15. ഇനി ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് രണ്ടിലും ഉള്ളത് ഏതൊക്കെയാണ്? 1 3 5 15 വരുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായോ? എളുപ്പമാണ്, മനസ്സിലായി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് രണ്ടാമത്തെ ജോഡിയുടെ ഒന്ന് നോക്കിയാലോ. അടുത്ത പെയർ 225 275. അപ്പം നമുക്ക് അഭാജ്യസംഖ്യ ഘടകങ്ങളാക്കാം. അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായി എഴുതാം. 225 നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. 225 നമുക്കറിയാം ഇത് 5 ആണ് പോകുന്നത്. 5 4 20 25 5 5 25. ഇനി നമുക്ക് പോവും ഏതാണ്? 5 9 45 3 3. ഇനി ആദ്യം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 3 കൊണ്ട് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ആദ്യം 5 എടുത്തു എന്ന് മാത്രം. ഇപ്പം ഇവിടെ വരുന്നത് 5 ഗുണിക്കണം 5 ഗുണിക്കണം 3 ഗുണിക്കണം 3. അതായത് 5 സ്ക്വയർ ഗുണിക്കണം 3 സ്ക്വയർ ആണ് വരുന്നത്. ഇനി 275 നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ 3 അങ്ങോട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ? 3 27 എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം പോവും. പക്ഷേ ഇവിടെ 5 പോവോ? ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അടുത്തത് ഏതാണ് എടുക്കേണ്ടത്? 5 തന്നെയാണ് എടുക്കേണ്ടത്. 5 5 25, പിന്നെ ബാക്കി 2 25, 5 5 25. 55 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി എത്തണം എന്ത്? 11 5 55 ആണ്. രണ്ടും പ്രൈം നമ്പേഴ്സാണ്. അപ്പം നമുക്ക് വീണ്ടും 5 കൊണ്ട് 11. അപ്പം ഇവിടെ നമുക്ക് വരുന്നത് 5 ഗുണിക്കണം 5 ഗുണിക്കണം 11. അതായത് 5 സ്ക്വയർ ഗുണിക്കണം 11 വരുന്നത്. ഇനി അടുത്തത് രണ്ടിലുമുള്ള പൊതുവായ അഭാജ്യസംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് കോമൺ 225 ആൻഡ് 275. അപ്പം നോക്കൂ, രണ്ടിലും ഉള്ളത് 5 രണ്ടിലും ഉണ്ട് അല്ലേ? അപ്പം 5 നമുക്ക് എഴുതാം. പിന്നെ രണ്ടിലുള്ളത് ഉണ്ടോ? ഇല്ല, 5 മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് രണ്ട് സംഖ്യകളിലുമുള്ള ചെറിയ കൃതികൾ, സ്മോളസ്റ്റ് പവേഴ്സ് ഓഫ് ദീസ് പ്രൈംസ്, ഏറ്റവും ചെറുത് നമുക്ക് നോക്കാം. ഇവിടെ 5 സ്ക്വയർ, ഇവിടെ 5 സ്ക്വയർ. അപ്പം രണ്ടിലും 5 സ്ക്വയർ ഉള്ളത് കൊണ്ട് 5 സ്ക്വയർ ആണ് വരുന്നത്. അതാണ് ചെറുത്. ഓക്കെ ആണല്ലോ? വേറൊരു 5 ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ 5 ആയിരുന്നു വരിക. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇനി അടുത്തത് പൊതുഘടകങ്ങൾ, കോമൺ ഫാക്ടേഴ്സ്. അപ്പം 5 സ്ക്വയർ പൊതുഘടകങ്ങൾ കണ്ടെത്താൻ നമുക്കറിയാം 1 5 5 സ്ക്വയർ അല്ലേ? അതായത് ഏതൊക്കെയാണ് വരിക? 1 5 25 ആണ് സംഖ്യകൾ വരുന്നത്. ഇവിടെ നമുക്ക് എഴുതാം 1 5 25. ലാർജസ്റ്റ് കോമൺ ഫാക്ടർ, ഏറ്റവും വലിയ പൊതുഘടകം. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? 25 ആണ് വരുന്നത്. ഓക്കെ ആയോ? അടുത്ത ജോഡി നമുക്ക് അറിയാം, ഇവിടെ തന്നിട്ടുണ്ട് 360 300 ആണ്. അപ്പം നമുക്ക് ആദ്യം 360ൻ്റെ കണ്ടെത്താം. ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഇതൊക്കെ നിങ്ങളിങ്ങനെ ഹരിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല. 300ൻ്റെ പകുതി 150, 60ൻ്റെ പകുതി 30. 150ഉം 30ഉം എത്രയാണ്? 180 ആണ് വരുന്നത്. അല്ലെങ്കിൽ തന്നെ 36ൻ്റെ പകുതി കണ്ടെത്തിയാൽ മതി, 18 വരും. ഓക്കെ, അടുത്തത് നമുക്ക് 9ൻ്റെ പകുതി കണ്ടെത്തിയാൽ മതി, 90 ആണ് വരിക.
അടുത്തത് 90ന്റെ പകുതി നമുക്കറിയാം എത്രയാണ്? 45 വരിക. ഇനി നമുക്ക് 3, 15, 3, 5 വരുന്നത്. ഇനി ഇവിടെ നോക്കുക, 2 എത്ര പ്രാവശ്യമുണ്ട്? 3. അപ്പം നമുക്ക് 2⁻3 ഗുണിക്കണം 3 2 പ്രാവശ്യം 3 സ്ക്വയർ ഗുണിക്കണം 5 വരുന്നത്. ഇനി അടുത്തത് 300ന്റെ കണ്ടെത്താം. 300ന്റെ കണ്ടെത്തുമ്പോൾ 2 കൊണ്ട് 150, ഇനി 2 കൊണ്ട് 75. ഇനി നമുക്ക് ഏതാണ് പോവുക? 3 പോവുക നോക്കാം. 3 25, ഇനി 5 5. അപ്പം നമുക്കിവിടെ 2 2 ഉണ്ട് അല്ലേ? അപ്പം 2 സ്ക്വയർ ഗുണിക്കണം, പിന്നെ 3 ഒറ്റയൊന്നേ ഉള്ളൂ, 3 ഗുണിക്കണം 5 സ്ക്വയർ. 5 സ്ക്വയർ. രണ്ടിലുമുള്ള പൊതുവായ അഭാജ്യസംഖ്യകൾ 2 ഉണ്ട്. അപ്പോൾ 2 വന്നു. പിന്നെ 3 ഉണ്ട്, 3 5 ഉണ്ട്. 2 3 5 രണ്ടിലും ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 സംഖ്യകളിലുമുള്ള ചെറിയ കൃതികൾ, സ്മോളസ്റ്റ് പവേഴ്സ് ഓഫ് ദീസ് പ്രൈംസ്. ഇതിലുള്ള ഏറ്റവും ചെറുത് നമുക്ക് നോക്കാം. 2 ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 2 അപ്പോൾ ഇതാണ് ചെറുത്. അപ്പോൾ 1 2 സ്ക്വയർ ഗുണിക്കണം. ഇനി ഇവിടെ 3 സ്ക്വയർ ഉണ്ട്, 3 ഉണ്ട്, ചെറുത് 3, ഒരു 3 3 ഗുണിക്കണം 5 5 സ്ക്വയറും. അപ്പോൾ ഇവിടെ 5 വരുന്നത്, ചെറുത് 5. ഇനി ഇതിങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നിരത്തി എഴുതിയാൽ മതി. അതായത് ഇവിടെ നോക്കുക, ഇവിടുന്ന് ഒരു 2 എടുത്തു, ഇവിടുന്ന് ഒരു 2, ഇവിടുന്ന് ഒരു 2 എടുത്തു, ഇവിടുന്ന് ഒരു 2. ഇനി ഇവിടെ 2 എടുക്കാനില്ല. അടുത്തത് 3, ഇവിടെ ഒരു 3, ഇവിടെ ഒരു 3, ഇവിടെ ഒരു 5, ഇവിടെ ഒരു 5. അപ്പോൾ ഇവിടെ നോക്കൂ, 2 2 2 സ്ക്വയർ, ഒരു 3, പിന്നെ ഒരു 5 ഉള്ളത്. ഓക്കെ ആണല്ലോ? ഈ രീതിയിൽ നമുക്കെടുക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കിതിൻ്റെ പൊതു ഘടകങ്ങൾ കണ്ടെത്തണം. ആദ്യം ഇത് വളരെയേറെ ശ്രദ്ധിക്കണം, ഘടകങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം 2 സ്ക്വയർ എഴുതാം. നോക്കുക, 1 2 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. ഓക്കെ ആണല്ലോ? ഇനി ഇതിനെ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കണം. ഒരു 3 3, 3 2 6, 3 4 12. ഇനി ഇതിനെ എല്ലാത്തിനെയും 5 കൊണ്ട് ഗുണിക്കണം. അപ്പം ആദ്യം 1നെ 5 കൊണ്ട് ഗുണിക്കുക. 1 5 5, 2 5 10, 4 5 20. ഇനി എന്ത് ചെയ്യണം? ഈ വരിനെയും ഗുണിക്കണം. 5 3 15, 5 6 30, 5 12 60. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 4 × 3 × 5, 4 3 12 5 60. ഏറ്റവും വലിയ പൊതുഘടകം ഏതാണ് കിട്ടിയത്? 60 കിട്ടിയത്. അപ്പം നോക്കൂ, അവസാനം 60-ൽ എത്തിച്ചേരും. അപ്പം ഇനി ഇതിൻ്റെ ഘടകങ്ങൾ പറയാം. 1 2 4 3 6 12. ഇനി 5 10 20 15 30 60. ഇത്രയും ഘടകങ്ങളാണ് കോമൺ ഫാക്ടേഴ്സ്, പൊതുവായ ഘടകങ്ങളാണ് ഈ സംഖ്യയ്ക്ക് ഉള്ളത്. ഓക്കെ ആയോ? ഏറ്റവും വലുതും നമുക്ക് കണ്ടെത്തി. ഇത് എഴുതാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇവിടെ 4 വന്നത് എങ്ങനെയാണെന്ന് ചിലപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഞാൻ ബോർഡിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതിയത്. 2 സ്ക്വയർ ആദ്യം എഴുതിയിട്ട് നമുക്കിങ്ങനെ എഴുതിയിട്ട് വീണ്ടും ഞാനിങ്ങനെ സംഖ്യ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4. ഓക്കെ ആണ്. അടുത്ത ജോഡി 210 504. ആദ്യം 210ന്റെ നമുക്കൊന്ന് കാണാം. 2 കൊണ്ട് തന്നെ. 200ന്റെ പകുതി 100, 10ന്റെ പകുതി 5, അപ്പം 105. 105. ഇനി നമുക്ക് 3 കൊണ്ട് പറ്റും. 3 3 9 15, 3 5 15. ഇനി 3 കൊണ്ട് പറ്റുമോ? ഇല്ല. ഇനി ഏതാ പറ്റുക? 5 കൊണ്ടാണ് പറ്റുക. അപ്പം നമുക്ക് 5 7 35. അപ്പം നമുക്കിവിടെ എഴുതാം 2 ഗുണിക്കണം 3 ഗുണിക്കണം 5 ഗുണിക്കണം 7. ഇനി നമുക്ക് വേണ്ടത് 504. 504. 504നെ 2 കൊണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 500ന്റെ പകുതി 250,
4ന്റെ പകുതി 2, അപ്പം 252. 252. ഇനി അടുത്തത് 2 കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് 200ന്റെ പകുതി 100, 50ന്റെ പകുതി 25, അപ്പം 125. 2ന്റെ പകുതി 1, 126. അടുത്തത് ഇനി 2 കൊണ്ട് തന്നെ നമുക്കറിയാം 120ന്റെ പകുതി നമുക്കറിയാം 60, 6ന്റെ പകുതി 3, അപ്പം 63. ഇനി നമുക്കറിയാം 3 കൊണ്ടാണ് 3 2 6, 1 3 3. ഇനി 3 കൊണ്ട് 3 7 21. അപ്പം ഇവിടെ 2 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യം. 2 ക്യൂബ് ഗുണിക്കണം 3 2 പ്രാവശ്യം, 3 സ്ക്വയർ ഗുണിക്കണം 7. ഇനി രണ്ടിലുമുള്ള പൊതുവായ അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് കോമൺ 210 ആൻഡ് 504. അപ്പോൾ ഇവിടെ നമുക്കറിയാം 2 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, 5 ഇല്ല, 7 ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി 2 സംഖ്യകളിലുമുള്ള ചെറിയ കൃതികൾ ഇവിടെ നമുക്കറിയാം 2 ആണ്, പിന്നെ ഇവിടെ 3 ആണ്, പിന്നെ ഇവിടെ 5 ഇല്ല, പിന്നെ 7. 2 3 7 ആണ് ചെറിയ കൃതികൾ. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും വലിയ ഘടകം കിട്ടും. 23 6 6 7 42 ആണ് ഏറ്റവും വലിയ പൊതുഘടകം. ഇനി എന്ത് ചെയ്താൽ മതി? 42ന്റെ ഘടകങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അതായത് നമുക്ക് ഈ വഴി തന്നെ ഇങ്ങനെ തന്നെ എഴുതാം. ആദ്യം നമുക്ക് 2ന്റെ എഴുതാം. 1 2 ആണ് 2ൻ്റെത്. ഇനി അതിനെ 3 കൊണ്ട് ഗുണിക്കുക. 1 3 3, 3 2 6. ഇനി അതിനെ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഈ 2 എണ്ണത്തിനെയും ഗുണിക്കണം. ആദ്യം 1 2 എന്നുള്ളതിനെ 1 7 7 7 2 14, പിന്നെ 3 ഗുണിക്കണം 7 21, 6 ഗുണിക്കണം 7 42. ഓക്കെ ആണല്ലോ. പൊതുവായ ഘടകങ്ങൾ 1 2 3 6 7 14 21 42. 42നെ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് കിട്ടുക? അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പൊക്കെ നിങ്ങൾ എഴുതുക. നമുക്ക് മനക്കണക്കായിട്ടും ചെയ്യേണ്ടതൊക്കെ ഒന്ന് പഠിക്കണമല്ലോ. 336 588 ആണ്. അപ്പോൾ 336ന്റെ ആദ്യം നമുക്ക് എഴുതാം. നമുക്കറിയാം ഈവൻ നമ്പർ ഇരട്ട സംഖ്യയാണ്. 2 കൊണ്ട് തന്നെ 300ന്റെ പകുതി 150, 36ന്റെ പകുതി 18, അപ്പം 150ഉം 18ഉം എത്രയാ വരിക? 168. ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിയാണോ എന്ന് തിരിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതാണ്ട് 2 8 16 ശിഷ്ടം 1, 6 2 12 13 ശിഷ്ടം 1, 1 2 2 1 3. അങ്ങനെ ഒന്ന് ഗുണിച്ച് നോക്കിയാൽ മതി. ഇനി അടുത്തത് ഇനി 2 കൊണ്ട് തന്നെ നമുക്ക് എത്ര കിട്ടും? 2 8 16, 2 4 8 84. 160ന്റെ പകുതി 80, 8ന്റെ പകുതി 4 84. ഇനി നമുക്ക് 2 കൊണ്ട് തന്നെ 80ന്റെ പകുതി 40, 4ന്റെ പകുതി 2 42. ഇനിയും 2 കൊണ്ട് 21. ഇനി 3 7. അപ്പം ഇവിടെ നോക്കാം 2 4 പ്രാവശ്യം. അപ്പം 2⁴ ഗുണിക്കണം, പിന്നെ ഒരു 3 ആണുള്ളത്, 3 ഗുണിക്കണം 7. ഇനി നമുക്ക് 588. 588 ആകുമ്പോൾ 2 കൊണ്ട് 500ന്റെ പകുതി 250, 88ന്റെ പകുതി 44, 250ഉം 40ഉം 290, 294. ഇനി 2 കൊണ്ട് ഇവിടെ നമ്മൾ 200ന്റെ പകുതി 100, 90ന്റെ പകുതി 45, അപ്പം 145 ആയി. 4ന്റെ പകുതി 2, 145 2ഉം 147. ഇനി നമുക്ക് അറിയാം 2 പറ്റില്ല, 3 പറ്റുമോ നോക്കാം അല്ലേ. 3 4 12 27, അപ്പം പറ്റും. 3 4 12, പിന്നെ ബാക്കി 2 27, 9 3 27. ഇനി നമുക്ക് എളുപ്പമായി 7 7 49. അപ്പം ഇവിടെ 2 2, അപ്പം 2 സ്ക്വയർ ഗുണിക്കണം 3 ഗുണിക്കണം 2 7 ആണ്. 7 സ്ക്വയർ. ഇനി നമുക്കറിയാം ഇതിലുള്ള പൊതുവായ അഭാജ്യ സംഖ്യകൾ നമുക്കറിയാം 2 3 7 ആണ്. ഇതിലേറ്റവും ചെറിയ കൃതികൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ 2 സ്ക്വയർ ഗുണിക്കണം
ഇവിടെ 3 ഒരു 3 2-ലുള്ളത്. അപ്പം 3 ഗുണിക്കണം ഇവിടെ 7 സ്ക്വയർ അല്ലേ. അപ്പം 7 വരുന്നത്. ഇവിടെ 3. അപ്പം നമുക്ക് ഇവിടെ 7 കിട്ടും. ഇതിൻ്റെ ഗുണനഫലത്തിൻ്റെ ഘടകങ്ങളാണ് വരിക. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 4 3 12. 12 7 എത്രയാണ്? 84ൻ്റെ ഘടകങ്ങളാണ് കണ്ടെത്തേണ്ടത്. ഇനി നമുക്ക് ആദ്യം 2 സ്ക്വയറിൻ്റെ എഴുതാം. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ 2 രീതിയിൽ എഴുതി കാണിച്ചു തരാം. 2 സ്ക്വയറിൻ്റെ 1 2 2 സ്ക്വയർ. അത് തന്നെ പാരലൽ ഞാൻ എഴുതുകയാണ്. 1 2 4 വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇതിനെ 3 കൊണ്ട് ഗുണിക്കണം. 3 1 ഗുണിക്കണം 3 3, 2 ഗുണിക്കണം 3 6. പിന്നെ നമുക്കറിയാം എന്താണ് 2 സ്ക്വയർ ഗുണിക്കണം 3. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഒരു 3 3 3 2 6 3 4 12. ഈ വരി തന്നെ സ്ക്വയർ മാറ്റിയിട്ടാണ് ഞാനിവിടെ എഴുതിയതെന്ന് മാത്രം. ഇനി ഇതിലെ 2നെയും 7 കൊണ്ട് ഗുണിക്കണം. ആദ്യം നമുക്ക് ഇതിനെ ഗുണിക്കാം. 1 7 7 2 14. 2 സ്ക്വയർ ഗുണിക്കണം 7. അതായത് 1 7 7 2 14 7 4 28. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 4 7 28. അടുത്തത് ഇതിനെ 7 കൊണ്ട് ഈ വരിനെയും ഗുണിക്കണം. 3 7 21. 7 6 42. ഇനി 2 സ്ക്വയർ ഗുണിക്കണം 3 ഗുണിക്കണം 7 വരുന്നത്. നമുക്കിത് ഗുണിച്ചെഴുതാം. ഏത് വരിനെയാണ് ഗുണിക്കേണ്ടത്? 7 3 21 7 6 42 12 7 84. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇത് ഗുണിക്കുമ്പോൾ 84 കിട്ടുന്നത്. ഏറ്റവും വലിയ പൊതുഘടകം എന്ന് പറയുന്നത് 84 ആയിരിക്കും. ഇനി ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ്, പൊതുവായ ഘടകങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോളാം. ഇത് മുഴുവനുമാണ് കോമൺ ഫാക്ടേഴ്സ് വരുന്നത്. ഇതിൽ നമ്മളിങ്ങനെ കൃതി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറ്റില്ല. മനസ്സിലായില്ല? നമുക്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഗുണിച്ചതാണ് എഴുതി വെക്കേണ്ടത്. കൂട്ടുകാർക്ക് മനസ്സിലായി? രണ്ടാമത്തേൽ ഒരു 3 ചോദ്യമുണ്ട്. ഒന്ന്, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്? 2 വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം എന്താണ്? സംശയമില്ല, 1. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2ൻ്റെ ഘടകങ്ങൾ 1 2, 3ൻ്റെ ഘടകങ്ങൾ 1 3. ഇപ്പം ഇതിൽ പൊതുവായിട്ടുള്ള ഘടകം ഏതാണ് വരിക? 1 വരിക. ഓക്കെ ആണല്ലോ. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം, ക്യാൻ ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 കമ്പോസിറ്റ് നമ്പേഴ്സ് ബി 1? 2 ഭാജ്യസംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം 1 ആകുമോ? ആകില്ല. നമുക്ക് ഭാജ്യസംഖ്യ എടുത്തു നോക്കാം. 1 4. 4ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് വരിക? 1 2 4. ഇനി 6 എടുത്ത് നോക്കാം. 1 6 പിന്നെ 2 3. ഇവരെ ചോദിച്ചിരിക്കുന്നത് 2 ഭാജ്യസംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം. ഇത് 2 ഭാജ്യസംഖ്യകളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പൊതുഘടകം ഇവിടെ ഏതാ വരുന്നത്? 2 വരുന്നത് അല്ലേ? അപ്പോൾ 1 ആകില്ല, ഉറപ്പാണ്. അഭാജ്യസംഖ്യകളുടെ മാത്രമേ 1 ആകൂ. ഇനി അടുത്തത്, if 2 numbers are divided by their largest common factor, what would be the largest common factor of the quotients? അതായത് 2 സംഖ്യകളെ അവയുടെ ഏറ്റവും വലിയ പൊതുഘടകം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം ഏത്? എക്സാമ്പിൾ നോക്കാം. 2 സംഖ്യകൾ ഇവിടെ ഏറ്റവും വലിയ പൊതുഘടകം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യകൾ. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും 2. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും 3. ഇവയുടെ ഏറ്റവും വലിയ പൊതുഘടകം ഏതാണ് വരിക? 1 വരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 സംഖ്യകളെ, ഏതെങ്കിലും 2 സംഖ്യകളെ അവയുടെ ഏറ്റവും വലിയ പൊതുഘടകം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ ഇതിൻ്റെ താഴെ കുറച്ച് പ്രോജക്റ്റ് ഉണ്ട്. നല്ല ചോദ്യങ്ങളൊക്കെയാണ്. സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് ഇടുന്നില്ല. അത് ശരിക്കും USSനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയോജനപ്പെട്ടതാണ്. പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ ഇടാം. പഠിപ്പിച്ചതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു.
നിങ്ങൾക്കൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ തന്നെയല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു കമൻറ്റൊക്കെ ഇട്ട് ഒന്ന് ഷെയറൊക്കെ ചെയ്താൽ ടീച്ചർക്ക് ഒരു സന്തോഷമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, സമയം ഉണ്ടായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പ്രയോജനം കിട്ടിയാൽ, ഏതെങ്കിലും ടീച്ചേഴ്സിന് പ്രയോജനം കിട്ടിയാൽ അത് എനിക്കും ഒരു സന്തോഷമായിരിക്കും. അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ പരീക്ഷയൊക്കെ നന്നായിട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ലവ് യു ഓൾ, ബൈ.